ശെടാ, ഈ പാറു എന്താ വരാത്തെ? അവള് പെട്ടെന്ന് വന്നോളും ചിന്നു. പക്ഷെ നമ്മളെന്താ കളിക്കുക? പൊന്നു വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ, എത്തിയല്ലോ. എന്താ പൊന്നു ലേറ്റായേ? അമ്മ ഇപ്പഴാന്ന് സമ്മതിച്ചേ. നമുക്ക് കളിക്കാം. എന്തുവരെ കളിക്കുക? നമുക്ക് സാറ്റ് കളിക്കാം. എന്നാ ഞാൻ 20 വരെ എണ്ണുള്ളേ. അതിനു മുന്നേ എല്ലാരും പോയി വിളിച്ചോണം. എന്നാ ചേച്ചി അപ്പുറമുള്ള മരത്തിനോടൊപ്പം എണ്ണിക്കോ. ഞാൻ 20 വരെ എണ്ണുള്ളേ. അറിയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഒളിച്ചാലോ ഒളിച്ചില്ലെങ്കിലും സാറ്റേ. രണ്ടിനെയും കാണുന്നില്ലല്ലോ. ഇതെങ്ങോട്ട് പോയി? മിക്കവാറും ഏതെങ്കിലും ബെഞ്ചിന്റെ ബാക്കിലുണ്ടോ രണ്ടും. ചേടാ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആഹാ, രണ്ടാളും മരത്തിന്റെ ബാക്കിലുണ്ടല്ലോ. ചിന്നു, പൊന്നു, രണ്ടാളെയും കണ്ടേ സാറ്റേ. വേഗം വന്നോ. പൊന്നു, ഇതൊന്നും നിന്റെ കയ്യിൽ പൈസയോ? അതേ ചേച്ചി, ആ മരത്തിന്റെ ബാക്കിൽ കിടന്ന് കിട്ടിയതാണ്. അയ്യോ, ഈ പൈസയുടെ ശരിക്കുള്ള ഓണർ ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവില്ലേ? ചിലപ്പോ ഈ പൈസയുടെ ഓണർ ഇവിടെ തന്നെ ഉണ്ടാവും ചേച്ചി. നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഈ പിള്ളമാർ ഇതെന്താ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നേ? നീ ആ പെൺകൊച്ചിന്റെ കയ്യിലുള്ളത് 2000 നോട്ട് കേട്ടല്ലേ? കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കാം. എന്നാലും നമ്മൾ ഈ പണത്തിന്റെ യഥാർത്ഥ അവകാശം എങ്ങനെ കണ്ടുപിടിക്കും? ഓഹോ, അപ്പൊ ഈ പൈസ ഇവരുടെ അല്ല. ഇതെങ്ങനെയെങ്കിലും നടിച്ചു മാറ്റണല്ലോ. ഐഡിയ ഉണ്ട്. അയാളെന്താ കുഞ്ഞു നോക്കുന്നേ? ആര്? അതാ ചേച്ചി, ചേച്ചിയുടെ ബാക്കിൽ രണ്ടുണ്ട്. എന്തു പറ്റി താങ്കളെ? എന്റെ പൈസ എവിടെയോ വീണു പോയിന് മക്കളെ. എവിടെയാണെന്ന് കാണുന്നില്ല. 2000 ഒരു കെട്ടായിരുന്നു. എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ച പൈസയാണ്. ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. എന്താ പൊന്നു? ചേച്ചി, എനിക്ക് തോന്നുന്നത് ഇതാ അങ്കിളുടെ പൈസയാണെന്നാ. എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉറപ്പിക്കണല്ലോ. അങ്കിളിന്റെ എത്ര രൂപ കളഞ്ഞു പോയേ? ചേടാ, ഈ പിള്ളമാര് വല്ലാത്ത സാധനങ്ങളാണല്ലോ. 2000 ഒരു നോട്ട് കെട്ടുണ്ടായിരുന്നു മോളെ. എന്റെ ഭാര്യയുടെ സ്വർണ്ണം പണയം വെച്ച് കിട്ടിയ പൈസയാണിത്. അപ്പോൾ ഇത് അങ്കിളിന്റെ പൈസ തന്നെയാണ്. നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്കിളിന്റെ കാണാണ്ട് പോയ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെയോ മക്കളെ? ഹോ, ഇപ്പൊ സമാധാനായി. ഇതാ അങ്കിൾ പൈസ. മക്കൾക്ക് നല്ലത് മാത്രമേ വരൂ. ഒരുപാട് നന്ദിയുണ്ട്. അങ്കിളെ, ആന്റിക്ക് വേഗം സുഖപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നന്ദിയുണ്ട് മക്കളെ. മക്കളെ, ഞാൻ പോകുന്നേ. ബൈ അങ്കിൾ. ബൈ അങ്കിൾ. മണ്ടം പിള്ളേർ. അങ്ങനെ 1 ലക്ഷം ചുളിയിൽ എന്റെ പോക്കറ്റിലെത്തി. ചേച്ചി, എന്റെ വീട്ടിൽ പോകാം. കുറെ സമയമില്ലേ? ശരിയാ, ഇനിയും ചിലപ്പോൾ ലേറ്റായാൽ അമ്മ വഴക്ക് പറയും. ലില്ലിയല്ലേ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ശരിയാണല്ലോ, ഇവളെന്തിനാ കരയുന്നേ? വാ, നമുക്ക് ചോദിച്ചു നോക്കാം. ലില്ലി, നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് വെറുതെ കരയാനോ? നീ കാര്യം എന്താണെന്ന് പറ മോളെ. ഒന്നുമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ കരയോ? ചേച്ചിയുടെ കുറച്ച് പൈസ കാണാണ്ടായി. അതിവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ചു തരാമല്ലോ. എത്രയാ കാണാണ്ടായേ? 1 ലക്ഷം. ഞാൻ കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. 1 ലക്ഷം എന്നാ ഞാൻ കേട്ടെ. 1 ലക്ഷം തന്നെയാ ചേച്ചി പറഞ്ഞേ. 1 ലക്ഷം നിനക്ക് എങ്ങനെ കിട്ടി? അത് ഇവിടെ അടുത്തുള്ള ഒരു മാമന് കൊടുക്കുന്ന പൈസയാണ്. ആ മാമന്റെ ഗൂഗിൾ പേ അക്കൗണ്ട് വർക്ക് ആവാത്തതുകൊണ്ട് അമ്മ വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നയാ. അപ്പോൾ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയി കൊടുത്തോളാം എന്ന് പറഞ്ഞ ഞാനാ. അമ്മയുടെ മുന്നിൽ വലിയ ആളാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ പൈസ കാണുന്നില്ല. അമ്മ ഇത് അറിഞ്ഞതിനെ കൊല്ലു. ലില്ലി, നീ ആ പാർക്കിന്റെ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ? 1 ലക്ഷം നിന്റെ കയ്യിലുള്ള സമയത്ത്? ആ, പാർക്ക് ക്രോസ് ചെയ്തിട്ട് തന്നെ ഞാൻ വന്നേ. ഇവിടെ എത്തിയപ്പോഴാണ് പൈസ കാണുന്നില്ല എന്നറിഞ്ഞേ. അയ്യോ ചേച്ചി, ആ മാമൻ നമ്മളെ പറ്റിച്ചതാ. അത് ലില്ലിയുടെ പൈസയാ. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ പൈസ എങ്ങനെ കിട്ടുക? അയ്യോ, അപ്പോൾ പൈസ കിട്ടില്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോയില്ല. ചേച്ചി, നമുക്ക് പാർക്കിൽ ഒന്നുകൂടി പോയി നോക്കിയാലോ? ചിലപ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല ചിന്നു. പൈസ കിട്ടിയപാട് തന്നെ അയാൾ മുങ്ങിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അഥവാ അയാൾ അവിടെ ഉണ്ടെങ്കിലോ? ഞാനും വരാം നിങ്ങളുടെ കൂടെ. എന്നാ വാ, പോകാം. അയാളെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ ലില്ലി. പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ചേച്ചി, ഇതേ നോക്കി, ഒരു പോലീസ് അങ്കിൾ. നമുക്ക് ആ അങ്കിളിനോട് ഹെൽപ്പ് ചോദിക്കാം. അയ്യോ വേണ്ട. പോലീസിനോട് പറഞ്ഞാൽ അത് അയാൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചിന്നു പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്കിതെല്ലാം ആ പോലീസുകാരനോട് പറയാം. അതെ, മറ്റേ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഈ പോലീസ് അങ്കിൾ അന്വേഷിച്ച് കണ്ടെത്തി തന്നോളൂ. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്താ മക്കളെ കാര്യം? അങ്കിളെ, കാര്യം ഞാൻ പറയാം. ദാ നിൽക്കുന്ന ലില്ലിയുടെ കുറച്ച് പൈസ കാണാണ്ടായി. എത്ര കാണാണ്ടേ? 100 രൂപയോ 1000? അങ്കിളെ, 1 ലക്ഷം കാണാണ്ടായേ. നിങ്ങൾ എന്താ ആളെ കളിയാക്കുവാണോ? അല്ല അങ്കിളെ, ശരിക്കും 1 ലക്ഷം കാണാണ്ടായേ. ഇത്രയും പൈസ ആ കുട്ടിക്ക് എങ്ങനെ കിട്ടി?
ഇവിടെ അടുത്തുള്ള ആർക്കോ കൊടുക്കാൻ വേണ്ടി അവളുടെ അമ്മ ഏൽപ്പിച്ചതാണ്. അവർക്ക് എന്താ ഇത്ര പോലും ബോധമില്ലേ? ഈ ചെറിയ കുട്ടിയുടെ കയ്യിൽ 1,00,000 രൂപയും കൊടുത്തു വിട്ടിരിക്കുന്നു. അയ്യോ, അതങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? അമ്മ വൈകിട്ട് തനിച്ചു പോയി കൊടുക്കാനിരുന്നതാണ്. അപ്പം അടുത്തല്ലേ, ഞാൻ കൊടുത്തോളാന്ന് ഞാൻ നിർബന്ധിച്ച് വാങ്ങിയതാ. ഇത്രയും മോശം കാലത്ത് 1,00,000 രൂപയെല്ലാം എന്ത് വിചാരിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? എത്ര നിർബന്ധിച്ചാലും ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുണ്ടോ? സാറേ, കൊടുത്തുപോയി. പക്ഷേ ഇപ്പോൾ ആ പൈസ മിസ്സിംഗ് ആണ്. ആ പൈസ ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് പാർക്കിൽ നിന്ന് കിട്ടിയതുവാ. എന്നിട്ട് അതെവിടെ പോയി? വേറെ ഒരാൾ വന്നിട്ട് അത് അയാളുടെ പൈസയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ സാറേ, അതിനുശേഷം ഞങ്ങൾ അറിയുന്നത് അത് ലില്ലിയുടെ പൈസ ആയിരുന്നു എന്ന്. ആ പൈസ കൊണ്ടുപോയ ആളെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയോ? ആ, അയാളൊരു വെള്ള ജുബയും വെള്ള പാൻറ്റും അതിന് മുകളിൽ ഒരു ഓവർകോട്ടും ആയിട്ടത്. ഞാൻ അന്വേഷിക്കാം. പക്ഷെ അതിനു മുന്നേ എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്യണം. അയ്യോ സാറേ, അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. പ്ലീസ് സാർ, കേസൊന്നും രജിസ്റ്റർ ചെയ്യരുത്. അയാൾ കുറച്ച് മുമ്പ് എവിടുന്ന് പോയേ. ചിലപ്പോൾ നമുക്ക് അയാളെ പിടിക്കാൻ പറ്റും. ശരി, മോള് കരയണ്ട, നമുക്ക് അന്വേഷിക്കാം. ഒരാളെ മാത്രം ഇങ്ങ് വാ. ഞാൻ വരാം സാറേ. ചേട്ടാ, ചേട്ടന് ഇതിലൂടെ ആരെങ്കിലും പോകുന്ന കണ്ടോ? ഒരു വെള്ള ജുബയും വെള്ള പാൻറ്റും കറുത്ത ഓവർകോട്ടുമാണ് അയാളുടെ വേഷം. ചേട്ടൻ അങ്ങനെ ഒരാളെ കണ്ടായിരുന്നോ? സാറ് പറഞ്ഞ് വേഷപ്പെടുന്ന ഒരൊറ്റ ആളെ ഈ നാട്ടിലുള്ളൂ. തരികയുടെ സോമൻ. അവനെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടതുമാണ്. തരികയുടെ സോമനോ? ആള് ക്രിമിനൽ ആണോ? ചെറിയൊരു ഫ്രോഡാണ്, പക്ഷെ ക്രിമിനൽ കേസൊന്നും ഇതുവരെ ഇല്ല. അവന്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോഴുള്ള 7ാമത്തെ വീട്. ശരി ചേട്ടാ, താങ്ക് യു. ശരി സാർ. വാ മോളെ, നമുക്ക് പോവാം. അപ്പോൾ ലില്ലിയുടെ പൈസ അവർക്ക് കിട്ടുമല്ലേ സാർ? ആദ്യം അവൻ വീട്ടിൽ തന്നെ ഉണ്ടോ നോക്കട്ടെ. സോമ. ആരാ? അയ്യോ, പോലീസ്. താനെന്തിനാണ് ഞെട്ടുന്നേ? എനിക്ക് പോലീസിനെ പണ്ടേ പേടിയ സാറേ. നീ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 1,00,000 രൂപയുടെ? അയ്യോ, ഇവരെന്തിവിടെ? പൈസയുടെ സോമ? ഏത് പൈസ സാറേ? എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ. നീ അധികം കളവ് പറയാൻ നിൽക്കണ്ട. ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിയ 1,00,000 രൂപ അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. 1,00,000 രൂപയോ? ഏത് 1,00,000 രൂപ? ഹോ, എന്തൊരു അഭിനയം. ഈ കുട്ടികൾ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുന്നത് നിനക്ക് നല്ലത്. അയ്യോ സാറേ, ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളെ കള്ളം പറയുന്നോ സാറേ? നീ ഇങ്ങനെയൊന്നും സത്യം പറയില്ല, അല്ലാതെ തരികയുടെ സോമ. എന്നാൽ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം. അവിടെ ചെന്ന് 2 ഇടി കിട്ടുമ്പോഴേക്ക് നീ സത്യമെല്ലാം പറഞ്ഞോളൂ. അയ്യോ വേണ്ട സാറേ, ഞാൻ പൈസ തിരിച്ചു കൊടുത്തോളാം. തടി കേടാവെന്നറിഞ്ഞപ്പോൾ നിനക്ക് സത്യം പറയാൻ പറ്റിയല്ലേ? ഇതാ സാറേ പൈസ. ഇനി മേലിൽ ഇമാതിരി തരികയുടെ പരിപാടി കാണിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? ഈ ജന്മത്തിൽ ഞാൻ ഇനി ഒരു തരികടയും ചെയ്യില്ല സാറേ. നീ വിട്ടോ. ഇതാ മോളെ, ഈ പൈസ സൂക്ഷിച്ചു കൊണ്ടുപോകണം, കേട്ടല്ലോ? പിന്നെ ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ പൈസ കളഞ്ഞു പോയിട്ടേ ഉള്ളൂ. നിന്റെ കയ്യിൽ ഈ പൈസ കണ്ട് ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ടു വരുന്നെങ്കിലോ? അതുകൊണ്ട് ഇനി തൊട്ട് മോൾ ഇത്രയും വലിയ ക്യാഷ് ഒന്നും കയ്യിൽ കൊണ്ട് നടക്കാൻ പാടില്ല, കേട്ടോ? ശരി സാർ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ ശരി, എല്ലാവരും അവരവരുടെ വീടുകളിലോട്ട് പൊക്കോളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ് സർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാർ, താങ്ക് യു. നിങ്ങൾ വേഗം നിങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ വീട്ടുകാരെ കാത്തിരിക്കുന്നുണ്ടോ? ബൈ സാർ. സാറേ, ടാറ്റ. ബൈ സാർ. ശരി സാർ, പോയിട്ട് വരാം.